ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ ചക്കയുടെ ഔഷധ ഗുണങ്ങൾ സംബന്ധിച്ച ആറന്മുളയിൽ ഏകദിന സെമിനാർ നാളെ നടക്കും. ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റാണ് പരിപാടിയുടെ സംഘാടകർ. ചക്കയുടെ ഔഷധ ഗുണങ്ങളെയും മൂല്യങ്ങളെയും പറ്റി അലോപ്പതി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിക്കും. ചക്ക ഒരു ഭക്ഷണം മാത്രമല്ല, ഔഷധവുമാണെന്ന ഉദ്ബോധനവുമായാണ് ചക്ക സെമിനാർ നടത്താനൊരുങ്ങുന്നത്. ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ നാളെയാണ് സെമിനാർ നടക്കുക. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രമേഹ രോഗികൾക്ക് ചക്ക നൽകി നടത്തിയ ഗവേഷണത്തിന്റെ ഫലങ്ങൾ ഡോക്ടർ പത്മകുമാർ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്കും കരൾ രോഗികൾക്കും ചക്ക എങ്ങനെ ഫലപ്രദമാകുന്നുവെന്നത് സംബന്ധിച്ച പഠനത്തെപ്പറ്റി കൊച്ചി സെയിന്റ് ജോസഫ്സ് ആശുപത്രിയിലെ ഓങ്കോളജി മേധാവി ഡോക്ടർ തോമസ് വർഗീസ് വിശദീകരിക്കും. ആരോഗ്യകരമായ ജീവിതത്തിന് നാടൻ ഭക്ഷണത്തിന്റെ പങ്കിനെപ്പറ്റി KGMOA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സാബു സുഗതൻ സംസാരിക്കും. ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെയും വിപണി സാധ്യതകളെപ്പറ്റിയും കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ വിദഗ്ധ ജിസി ജോർജും പ്ലാവ് വൈവിധ്യം സംബന്ധിച്ച് പ്ലാവ് ജയനും പരിപാടിയിൽ സംസാരിക്കും. മുതിർന്ന BJP നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ പരിപാടിയിൽ അധ്യക്ഷനാകും. ഭക്ഷണമാണ് ഒരു ഔഷധം. ആ ഭക്ഷണം ഔഷധമായി സേവിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് പണ്ടുകാലത്ത് ഈ രോഗപ്രതിരോധ ശേഷി ജനങ്ങൾക്കുണ്ടായിരുന്നതിൻ്റെ കാരണം ചക്ക പോലെയുള്ള യാതൊരുവിധ മാലിന്യങ്ങളുമില്ലാത്ത, രാസവള പ്രയോഗമില്ലാത്ത ഒരു പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് നൽകിയ ഒരു ഭക്ഷണമായി അത് നിലനിൽക്കുകയാണ്. ആറന്മുളയെ ചക്ക ഗ്രാമമാക്കുന്ന പദ്ധതിക്കും സെമിനാറിൽ തുടക്കമിടും. കർഷകർക്ക് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള പരിപാടികളും നടക്കും. ജനം, പത്തനംതിട്ട.